ഹലോ ഗൈസ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ മൈറ്റി ഓസ്ട്രേലിയ ഇന്നലെ തോറ്റു കൊടുത്തിട്ടുണ്ട്. അവർ തോറ്റു കൊടുത്ത പോലെ കളിക്കുന്നത്. എന്ത് കളിയാണ് അവർ പണ്ടത്തെ ഓസ്ട്രേലിയയും ഇപ്പോഴത്തെ ഓസ്ട്രേലിയയും വെച്ച് നോക്കുമ്പോൾ എന്ത് കളിയാണ് അവർ കളിക്കുന്നത്? 181 റണ്ണ് ആണ് ആ 20 ഓവറിൽ അടിച്ചത്. 10 ഓവർ 94 ഉണ്ടായിരുന്ന ടീമാണ്. പിന്നെ വന്നതും പോണതും കണ്ടില്ല. അവർ 2 വിക്കറ്റിന് 18 ഓവറിൽ കളി ജയിച്ചു. ഈ സ്റ്റോയിനിസിക്ക് എന്തിനാണ് കളിക്കാൻ വന്നതെന്നറിയില്ല. ഗ്രീനിക്ക് മിച്ചൽ മാർഷും ഹെഡും ഒരു 50 അടിച്ചുകൊണ്ട് അത്ര സ്കോർ വന്നു. പിന്നെ മാക്സ്വെൽ തട്ടി മുട്ടി ഒരു 10-22 റൺ എടുത്തിട്ടുണ്ട്. സ്റ്റോയിസ് കണ്ടില്ല, എല്ലാ കളിയും വൻ പരാജയമാണ്. ഇവരുടെ ടീം എന്താ പറയണത്, അവർ 3 വിക്കറ്റ് ഒരാൾ എടുത്തിട്ടുണ്ട്. പിന്നെ ദുഷ്മന്ത് ചമീര 2 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെയായിട്ട് ഓരോ സ്പിന്നർമാരെല്ലാം ഓരോ വിക്കറ്റ് വീതം എടുത്തിട്ടുണ്ട്. അവർ മിച്ചൽ മാർഷ് എല്ലാ കളിയും കളിക്കും, ബാക്കിയെല്ലാം പാഴ. ആ സ്മിത്തിനെ ഇറക്കിയിരുന്ന ഈ കളി ഇച്ചിരി മാറ്റം വന്നേനെ. ഒരു 10-20 റണ്ണ് കയറി 200 വന്നായിരുന്നെങ്കിൽ പ്രതീക്ഷയുണ്ടായിരുന്നു. അവരെ പാത്ത് നിസ്സംഗ 100 അടിച്ചു. മെൻഡീസ് ഒരു 50 അടിച്ചിട്ടുണ്ട്. ആകെ 2 വിക്കറ്റേ പോയിട്ടുള്ളൂ. പിന്നെ അന്യായ കളിയായിട്ട് കളിച്ചത്. 52 ബോളിൽ 100 അടിച്ചത്, 5 സിക്സാണ് തൂക്കിയത് ചെറുക്കൻ. എന്ത് കളി, എന്ത് ക്ലാസിക് ഷോട്ടുകൾ കളിക്കുന്നത്. ഇതുപോലെ ശ്രീലങ്ക ഇപ്രാവശ്യം ഹൈ ചാൻസ് ഉണ്ട് കേട്ടോ. ഇന്ത്യയായിട്ട് വരാൻ സാധ്യത ശ്രീലങ്ക സൗത്ത് ആഫ്രിക്ക ആയിരിക്കും. ഓസ്ട്രേലിയക്ക് ഇനി സിംബാബ്വെ കരിയണം. സിംബാബ്വെ അയർലൻഡിനോട് തോക്കുകയും ചെയ്യണം, അടുത്ത കളി ഓസ്ട്രേലിയ ജയിക്കുകയും ചെയ്യണം. അങ്ങനെ കുറേ കഴിഞ്ഞ് കടമ്പുണ്ട്. അതൊക്കെ നടക്കുമെന്ന് കണ്ടറിയണം. ബോളർമാരേ ഇല്ല ഇവർക്ക്. ആകെ ഒരു ആദ്യം സാമ്യം നദൻ എലീസും ഉണ്ട്. പിന്നെ മാക്സ്വെൽ ബോളർ ചെയ്യുന്നുണ്ട്. അവർക്ക് ഫാസ്റ്റ് ബോളർമാരും ഇല്ല, സ്പിന്നർമാരും ഇപ്പം പോരാ. ശ്രീലങ്ക നല്ല അടിപൊളി വിജയമായി പോയി എന്ത് പറഞ്ഞാലും. അപ്പം നമുക്ക് എന്നാ പറയുന്നത്, ഇനി ഓസ്ട്രേലിയ അകത്താണോ പുറത്താണോ എന്ന് നമുക്ക് അടുത്ത കളി അറിയാം. അതുവരെ ബായ് ബായ്.